എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ടാം ഭാവത്തിനെ പറ്റി ചർച്ച ചെയ്യാം. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ എല്ലാം വരവിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. അതായത് നമ്മൾ ഏത് ഭാവം നോക്കിയാലും നമുക്ക് കാലപുരുഷ തത്വം അനുസരിച്ചുള്ള ആ രാശിയും കൂടെ ആ ഭാവത്തിനെയും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ മേടമാണ് ആദ്യത്തെ രാശി. ഇപ്പോൾ രണ്ടാമത്തെ രാശിയാകുമ്പോൾ ശുക്രൻ്റെ വീടായ ഇടവമാണ്. അപ്പോൾ ഇടവത്തിനെയും കൂടെ ചേർത്ത് കൊണ്ടുവേണം നമുക്ക് ശുക്രനെയും ചേർത്ത് കൊണ്ടുവേണം കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാം ഭാവത്തിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ ചേർത്ത് വേണം പറയാൻ. അപ്പോൾ ഈ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അതുപോലെ രണ്ടാം ഭാവത്തിൻ്റെ അധിപതി എവിടെ നിൽക്കുന്നു. കാരണം ചിലപ്പോൾ ആ ഭാവത്തിൽ തന്നെ നിൽക്കണമെന്നൊരവസ്ഥയില്ല, എവിടെയെങ്കിലും മാറി നിൽക്കാൻ പോകും. അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്ന ആ വീടിൻ്റെ അനുസരിച്ചാണ് ഫലങ്ങൾ തരുന്നത്. അവിടെ നിന്നുകൊണ്ടുള്ള ഫലങ്ങളും കൂടെ തരും. അപ്പോൾ അതും കൂടെ ചേർത്ത് വേണം നമ്മൾ എടുക്കാൻ. പക്ഷേ ഇവിടെ ഞാൻ രണ്ടാം ഭാവത്തെ പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, പക്ഷെ എന്ത് വന്നാലും നിങ്ങൾ ജാതകം ഒരാളിൻ്റെ ജാതകം നോക്കുമ്പോൾ രണ്ടാം ഭാവവും നോക്കണം, രണ്ടാം ഭാവത്തിൻ്റെ അധിപതിയും നോക്കണം. ഈ കാലപുരുഷൻ്റെ ഏത് ഭാവം അതനുസരിച്ചും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധനം, അതായത് വരുമാനം, നമുക്ക് പണം എങ്ങനെ നമുക്ക് വരുന്നു, അല്ലെങ്കിൽ വരുമാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ വാക്ക്, സംസാരിക്കുന്ന രീതി, നമ്മൾ പറയുന്ന വാക്ക്, ഉച്ചരിക്കുന്ന രീതി എല്ലാം നമുക്ക് ആ രണ്ടാം ഭാവത്തിലൂടെ കാണണം. അതുപോലെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമാണ്. കാരണം ഒരു എന്താ പറയണേ 8th സ്റ്റാൻഡേർഡ് വരയ്ക്കും അല്ലേ, പ്രൈമറി കഴിഞ്ഞ് മിഡിൽ ക്ലാസ്, അപ്പോൾ ഹൈസ്കൂൾ വരുന്ന മാതിരിയില്ല. ഒരു 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10th സ്റ്റാൻഡേർഡ് മാത്രമേ പറയുന്നുള്ളൂ. ബേസിക്കായിട്ടുള്ള നമ്മുടെ ആ ഒരു പഠിത്തത്തിന് രണ്ടാമത്തെ ഭാവമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സംസാരിക്കുന്നതിൽ കള്ളം പറയുന്നോ, അതിനെ ശരി മറച്ചു വെച്ച് സംസാരിക്കുന്നോ എന്നുള്ള രീതി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതി, അവരുടെ പെരുമാറ്റം എല്ലാം നമുക്ക് ഈ രണ്ടാം ഭാവത്തിലൂടെ തന്നെ കാണണം. അപ്പോൾ നമ്മളിപ്പോൾ ജനിക്കുന്നു, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങൂലേ. അപ്പോൾ അവിടെ തൊട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ആഹാരം കഴിക്കുന്നു, ജനിച്ച ഉടനെ നമുക്ക് പാല് കിട്ടുന്നു ഒക്കെ ചെയ്യണം. അതൊക്കെ നമുക്ക് ആ രണ്ടാം ഭാവത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ആണെങ്കിലും നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങുമ്പോഴുള്ളത് ഞാൻ കുറച്ച് ലോജിക്കായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ സംസാരിക്കുന്ന രീതി മട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ വേർഡ് മുതൽ നമുക്കിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ നമ്മളെ കൊണ്ട് ചേർക്കുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്കൊരു 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള പഠിത്തം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. അവിടെ നിന്ന് കുറേ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ആളുകളുമായിട്ട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മൾ തന്നെ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്നും പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സംസാര രീതിയാണ് നമുക്ക് പലതും അങ്ങനെ വളർന്ന് നമ്മളിങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ അടുത്ത സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കോപത്തോടെ സംസാരിക്കുന്നു, സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, അതായത് മോശമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് അറയ്ക്കുമല്ലേ, നമുക്ക് അറച്ചു പോകും. നമ്മൾ എങ്ങനെ അവർ സംസാരിക്കണമെന്ന് അറിയാതെ അവർ സംസാരിക്കും. ചിലർ സംസാരിക്കുന്നതിൽ വിട്ട് സംസാരിക്കും. ഇങ്ങനെ ഓരോ തരത്തിലും അവരെ സംസാര രീതി തന്നെ വ്യത്യാസമായിരിക്കും. ചിലവരിങ്ങനെ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും, ചിലർ വളരെ സൗമ്യമായിട്ട് സംസാരിക്കും. ഇങ്ങനെ അതൊക്കെ ഓരോ ഗ്രഹങ്ങൾ ആ ഭാവത്തിൽ നിൽക്കുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അതൊക്കെ ഞാൻ രണ്ടാമത് പറയും. ഇപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ചിലർ കള്ളം പറയും കേട്ടോ, സത്യമേ പറയില്ല, എല്ലാം കള്ളമായിരിക്കും. ചിലപ്പോൾ പറയുന്നവർ, അതായത് എന്താ പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്ന പോലെയുള്ള കള്ളങ്ങൾ പറയും. ചിലർ മറച്ചു വെച്ച് സംസാരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ വൈരാഗ്യം വച്ചിട്ട് സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല സംസാര രീതികളും ഈ രണ്ടാം ഭാവം തന്നെയാണ്. കാരണം എല്ലാം ഈ രണ്ടാം ഭാവത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ വളർന്നു വരുമ്പോൾ, ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ബേസിക് കഴിഞ്ഞു, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത വരുമാനം, ഇപ്പോൾ പഠിപ്പെന്ന് പറയുമ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു 10th വരെയൊക്കെ പഠിച്ചു എന്ന് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, രണ്ടാം ഭാവം തന്നെയാണ് എഡ്യൂക്കേഷൻ കാണിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ 10th വരയ്ക്കും അല്ലെങ്കിൽ ഒരു 8th വരയ്ക്കും ഏത് വേണമെങ്കിലും നിങ്ങൾ കണക്കിലെടുത്തോളൂ. പക്ഷേ നമുക്ക് ഈ 12th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ലഗ്നം എടുത്തോളൂ, ഇതൊരു ലഗ്നം എന്ന് വെച്ചോളൂ. ആരുടെയും ഒരു ലഗ്നത്തിനെ കണക്കാക്കിയാൽ ഈ ലഗ്നം നമ്മൾ ജനിക്കുന്ന സമയത്താണ് ലഗ്നം കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു വയസ്സൊന്ന് കൂട്ടാം. അപ്പോൾ 1, 2, 3 ഇങ്ങനെ പോയി 12ാമത്തെ വയസ്സാണ് ഇവിടെ ഇല്ലേ. 12ാമത്തെ രാശിയിൽ നമുക്ക് 12 വയസ്സായി. അപ്പോൾ ഇവിടെ 13, 14, 15, 16. അപ്പം ഇതിൻ്റെ 4ാം ഭാവം
ലഗ്നത്തിൻ്റെ 4-ാം ഭാവം നമുക്ക് 16 വയസ്സ് പൂർത്തിയാവുന്ന സമയം. അപ്പം നമുക്കത് +2 വരെയൊക്കെ എടുക്കാം. അപ്പോൾ 16-17 വയസ്സാകുമ്പോഴത്തേക്ക് +2ൻ്റെ കണക്കല്ലേ. അപ്പം നമുക്ക് ഈ ബേസിക് 2-ാം ഭാവം എന്ന് പറയുമ്പം നമ്മളത് ഒരു 8th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എത്ര വരയ്ക്കും, ഒരു 10ാം ക്ലാസ് വരയ്ക്കും ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഈ 4-ാം ഭാവം വരുമ്പോഴാണ് നമുക്ക് 16 വയസ്സ് പൂർത്തിയാവും. ആ സമയത്താണ് +2ൻ്റെ കണക്കിലെടുക്കുന്നത്. പിന്നെ വരുന്നത് 5 എന്ന് പറയുന്നത് UG പഠിക്കുന്നത്, അത് കഴിഞ്ഞ് PG PhD ഒക്കെ നമുക്ക് 9, 11 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അഡീഷണൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു, എത്രത്തോളം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കുന്നതൊക്കെ നമുക്ക് 11-ലോട്ട് മാറ്റാം. കാരണം 11 എന്ന് പറയുന്നത് നമ്മളെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഭാവമാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു എല്ലാം നമുക്ക് 11-ലോട്ട് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പക്ഷേ ഈ 4-ാം ഭാവം കുറച്ച് മോശമായി പാപഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ കെട്ടുപോയൊരവസ്ഥ ഉണ്ടാകും. 4-ാം ഭാവം ഓരോ ഭാവത്തിന് തമിഴിൽ പറയുന്നത് കെട്ടുപോയെന്നാണ്. അങ്ങനെ ഒരവസ്ഥ വരണമെങ്കിൽ ഈ +2-ൽ ചിലപ്പം മാർക്ക് വളരെ കുറഞ്ഞ അവസ്ഥയാവാം, അല്ലെങ്കിൽ ഫെയിലാവാനുള്ള അവസ്ഥയാവും. പക്ഷേ 5-ാം ഭാവം നല്ല സ്ട്രോങ്ങും നല്ല രീതിയിലാണെങ്കിൽ വീണ്ടും എഴുതി കുട്ടി പാസ്സായിട്ട് അത് UGയിലോട്ട് പോകുന്ന ഒരവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതായത് 4-ാം ഭാവമാണ് ശരിക്കും +2 വരയ്ക്കുമെന്ന് പറയുന്നത്. 5 ഇപ്പം നമ്മൾ ബുക്കിലൊക്കെ വായിക്കുമ്പോൾ 5-ാം ഭാവമാണ് എഡ്യൂക്കേഷനെ പറ്റി പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ വരുമാനം, അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ച്, നോക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ വരുമാനം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിപ്പം മുതലാളിയായിട്ടാണോ വരുമാനം വരുന്നത്, അല്ലെങ്കിൽ തൊഴിലാളിയായിട്ടാണോ വരുമാനം വരുന്നത്, സ്വത്തുക്കൾ മുഖേന വരുമാനം വരുന്നോ, അല്ലെങ്കിൽ കമ്മീഷൻ രൂപത്തിലാണോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വാടക വരുമാനമാണോ, വെളിനാട്ടിലുള്ള വരുമാനമാണോ, മനസ്സിലായില്ല, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള വരുമാനമാണ്. ഇപ്പോൾ ടീച്ചിങ് പ്രീച്ചിങ് വരാം, വക്കീലിൻ്റെ സംസാരം, ഇപ്പോൾ ജ്യോതിഷം തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് അനുസരിച്ചല്ലേ നമുക്ക് വരുമാനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ബ്രോക്കറേജ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾക്ക് വരുമാനം വരുന്നു എന്നുള്ളത് നമ്മളവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, നോക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ച് 2-ാം ഭാവത്തിൽ തന്നെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ അടുത്തത്, അപ്പോൾ ഇത് കഴിഞ്ഞിപ്പോൾ പഠിപ്പ് കഴിഞ്ഞിട്ടും നമുക്ക് ഈ വരുമാനം ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്കൊരു കുടുംബമെന്നാകുന്നത് അല്ലേ. വരുമാനം ആ വരുമാനത്തിൻ്റെ അനുസരിച്ച് ഇപ്പം നമുക്ക് 1000 ശമ്പളമാകാം, ചിലപ്പം ലാക്സ് കണക്കിലാകാം, എത്രയാണെങ്കിലും നമ്മുടെ വരുമാനം എത്രയാണ് അതനുസരിച്ച് നമുക്കൊരു കുടുംബം കിട്ടും അല്ലേ. ആ കുടുംബത്തിന് നമുക്ക് ആ കാശ്, നമ്മൾ സമ്പാദിച്ച കാശ് നമുക്ക് തന്നെ പ്രയോജനപ്പെടുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലവാക്കി കളയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പിന്നെ ഒരു എന്താ പറയണേ, അതായത് ഒരു ഫാമിലിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ 2-ാം ഭാവത്തിനെയും കൂടെ ചേർത്ത് കൊണ്ട് വേണം നമ്മൾ ആ വരവിനെ കാണിക്കാൻ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 2, 5, 11 മനസ്സിലായില്ലേ. 2, 5, 11 2, 5, 11 ആകുമ്പോൾ രണ്ടാം ഭാവം വരവ്, 5 കുഞ്ഞ്, 11 സന്തോഷത്തോടുള്ള വരവ്. അപ്പോൾ അതിനെയാണ് നമുക്ക് 2, 5, 11 എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്നു എന്ന് നമുക്ക് കാണിക്കാം. അതുപോലെ 2, 7, 11 ആണെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ കല്യാണം കഴിഞ്ഞ് വരുന്ന പുതിയ ഒരു ബന്ധം വരുന്നത്. അപ്പം ഇങ്ങനെ ആ രീതിയിൽ ഇപ്പം 2, 5, 9, 11 ആണെങ്കിലും നമുക്ക് എന്താ പറയണേ, പിതാവിന് വരുമാനമുണ്ടോയെന്ന് കൂടെ കാണിക്കാം. അപ്പോൾ 2, 5, 11 ആണെങ്കിലും നമുക്ക് വരുമാനം, 9 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിതാവിന് കൂടെ വരുമാനമുണ്ടാകുമെന്ന് കാണിക്കുന്നതിന് 2, 5, 9, 11 നമ്മൾ കണക്കിലെടുക്കാറുണ്ട്. അതുപോലെ ഒരു വരുമാനം നമ്മൾ സമ്പാദിക്കുന്നത്, ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഫോറിനിൽ നിന്നുള്ള കാശൊക്കെ അയച്ചു കൊടുത്തു, വീട്ടുകാർ അതിനെയൊക്കെ ഇല്ലാതാക്കി, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കാശില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പല കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവർ ഉള്ള കാശൊക്കെ കഷ്ടപ്പെട്ട് അയച്ചു കൊടുക്കും. ഇവിടെ അവർ ദൂർത്തടിച്ച് കളയും എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വരുന്നെങ്കിൽ ആ രൂപം നമുക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നത് 1, 2 കണക്ഷൻ ഭാവം. 1 അധിപതി 2-ാം അധിപതിയും, 1-ാം അധിപതി 5-ാം അധിപതി, 1, 9, 2, 11 ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധത്തിൽ വരികയാണെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടെന്ന്. അതുപോലെ ലഗ്നത്തോട് അല്ലെങ്കിൽ 2-ാം അധിപതിയോട് അല്ലെങ്കിൽ 2-ാം ഭാവത്തിലോ 5, 9, 11 കണക്ഷൻ, 5, 9, 11 കണക്ഷൻ അതുണ്ടെങ്കിലും നമുക്ക് ആ പൈസ അനുഭവിക്കാനുള്ള യോഗമുണ്ടെന്ന് പറയാം. അതുപോലെ ലഗ്നത്തിന് ഗുരുവോ ശുക്രനോ ഒക്കെ നോക്കുകയാണെങ്കിലും ആ പണം നമുക്ക് കിട്ടുമെന്ന് പറയാം. പക്ഷേ 2-ാം
അധിപതി 6, 8, 12 മറഞ്ഞു കഴിഞ്ഞാൽ ആ പണം കുറച്ച് നഷ്ടമാകാം, മറ്റുള്ളവർ നമ്മളെ കാശിനെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ശുക്രനെയും ഗുരുവിനെയൊക്കെ നമ്മൾ പണത്തിനോട് ഉപയോഗിക്കുമ്പോഴും ചന്ദ്രനെയും കൂടെ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ഗുരു വലിയ പണത്തെ കുറിക്കുന്നതാണ്, അതുപോലെ ശുക്രൻ ലക്ഷക്കണക്കിലുള്ള പണത്തെ കുറിക്കുന്നതാണ്. അതുപോലെ ചന്ദ്രനാണെങ്കിൽ ഡേ ടു ഡേ നമുക്ക് കിട്ടുന്ന കാശാണ്. അതുപോലെ ചില്ലറ നാണയങ്ങളില്ലേ, അത് നമുക്ക് ശനിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ശുക്രനും ഇപ്പോൾ ശുക്രനോ ഗുരുവോ ലഗ്നത്തെ നോക്കുകയോ ലഗ്നാധിപതിയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് പണമുണ്ടെന്ന് നമുക്ക് കരുതാം. ഓക്കെ, അതുപോലെ ഇതൊക്കെ പണം വരുന്ന വഴിയാണ്. ഇപ്പോൾ 1, 2 കണക്ഷൻ, 2, 5, 2, 11, 1, 9 ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് പണം നമ്മളെ കയ്യിൽ സമ്പാദിച്ച പണം നമുക്ക് തന്നെ ചിലവഴിക്കാൻ പറ്റും എന്നുള്ള രീതിയാണ്. ഇനി ഇതിൽ പണത്തടസ്സമെന്ന് വരും. പണം നമ്മളെ കയ്യിൽ കിട്ടാത്തൊരവസ്ഥ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം. 2ൽ കേതു, 2ാം അധിപതിയോട് കേതു, ശുക്രൻ കേതു, ഗുരു കേതു ഒക്കെ കടം കൂടെ വരാം. ഗുരു കേതു എന്ന് പറഞ്ഞാൽ നമുക്ക് കേളയോഗം എന്നാണ് പറയുന്നത്. അപ്പം വിശ്വസിച്ച് ആൾക്കാർ കാശ് കൊണ്ട് തരും. നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരുന്ന അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പലിശയ്ക്ക് നീ ആവശ്യത്തിന് ഉപയോഗിച്ചോ, ഒരു ചെറിയ പലിശ എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിലും കൊണ്ട് വിശ്വസിച്ച് കൊടുത്തു പോകുന്നതാണ് ഗുരു കേതു. പക്ഷെ നമ്മൾ അതിനെ ശരിയാവണ്ണം യൂസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ കടമായിട്ട് മാറും. അതിനെ എടുത്ത് നമുക്ക് മാറ്റി റൊട്ടേഷൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു കടബാധ്യതയിലോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശുക്രനോട് കേതു ചെന്നാലും ഒരു തടസ്സം, ശുക്രൻ പണമല്ലേ, ഇതൊരു തടസ്സം. അതുപോലെ ഗുരുവിൻ്റെ കൂടെ നിന്നാലും പിന്നെ 2ാം അധിപതിയോട് നിന്നാലും 2ൽ കേതു നിന്നാലും ഇതൊക്കെ ഒരു പണത്തിൻ്റെ തടസ്സം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. എപ്പോഴും ആ ഒരു സംസാരമായിരിക്കും അവർക്ക്. എനിക്ക് വിചാരിച്ച സമയത്ത് കിട്ടിയില്ല, ഞാനത് എന്തൊക്കെ പ്ലാൻ ചെയ്തു, ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ തരത്തിലുള്ള കോമ്പിനേഷനാണ്. അതേപോലെ ഇതേ കോമ്പിനേഷൻ കാലപുരുഷൻ്റെ ഇടവൻ ലഗ്നത്തിൽ, ഇടവൻ രാശിയിൽ നിന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നില്ലേ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചില തടസ്സങ്ങൾ വരാം. ഇതേപോലെ പണത്തടസ്സം പോലെ സ്കൂളിന് ഒരു തടസ്സം. കാരണം ഇപ്പോൾ ഇതേപോലെ 2ൽ കേതു, 2ാം അധിപതിയോട് കേതു വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതിൽ ചില സ്കൂളുകൾ മാറ്റുന്നില്ലേ, ഒരു 5ാം അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് ഇതുവരയ്ക്കും ഒരു 3-4 സ്കൂളുകളൊക്കെ മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രഹത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് മാറുന്നത്. അപ്പം നമുക്ക് മുന്നേ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിനെ ഒന്ന് മാറ്റുക. 1-2 സ്കൂൾ അങ്ങനെ മാറ്റി പോവുകയാണെങ്കിൽ അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പഠിച്ചു പോകും. അല്ലെങ്കിൽ നല്ല ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരേ സ്കൂളിൽ തന്നെ +2 വരെയും പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ. പിന്നെ അതേപോലെ ഒരു പ്രശ്നങ്ങളില്ലാതെ അവർ പഠിച്ചു, ഒരു പേര് റിപ്പയർ ആവാതെ പഠിച്ചു പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് പറ്റില്ല. അപ്പോൾ അത് കാരണം ഈ കേതുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ തടസ്സമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പേരൻസ് തന്നെ അറിഞ്ഞ് വേറെ സ്കൂൾ 1-2 മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ പോകും. മനസ്സിലായി? ഗ്രഹങ്ങളായിട്ട് ചെയ്യുന്നത് നമ്മളായിട്ട് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലെ 2ഉം 8ഉം കണക്ഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു അപമാനം, ഒരു ചിത്തപ്പേരൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണവും കാണുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരു കാരണമാവട്ടെ, ഞാനത് എന്താണെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പേരൻസൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം മുന്നേ ജാതകം നോക്കി വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇനി ഓരോ കുറേ ടിപ്സുകൾ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പല കോമ്പിനേഷൻ്റെ ടിപ്സുകൾ പറഞ്ഞു തരാം. അതുപോലെ വലിയ പണം ഞാൻ പറഞ്ഞില്ല, അത് ഗുരുവാണ്. അതുപോലെ ലക്ഷക്കണക്കിനുള്ള പണം ശുക്രനുമാണ്. അപ്പോൾ ഈ ശുക്രനും ഗുരുവിനെ നമുക്ക് ഗുരുവിനെ നോക്കി, ഇപ്പോൾ ഗുരു ഇവിടെ ഇരുന്ന് നോക്കിയോളൂ, ശുക്രൻ ഇവിടെയാണ്. അപ്പോൾ ഇത് ചെറിയ പണത്തെ കുറിക്കുന്നതാണ്. ഇതൊരു ലോജിക്കാണ് കേട്ടോ. ചെറിയ പണത്തെ കുറിക്കുന്നതാണ്. ഇവിടെ ഇതിൻ്റെ മേലെ എഴുതാം. ഇവിടെ ശുക്രൻ, ഇവിടെ ഗുരു എന്ന് വെച്ചോളൂ. അപ്പോൾ
ഇതിങ്ങനെ അതായത് ഇങ്ങനെ പോകുന്നത് ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ ശുക്രൻ ഗുരുവിൻ്റെ പിറകെയാണ് ശുക്രൻ പോകുന്നത് അല്ല. അപ്പോൾ ഗുരു വലിയ പണം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുരുവിന് നമ്മളെ പണം എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവുന്നതാണ്. വലിയ പണം തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നു അല്ലെ, ബാക്കിലാണ് ചെറിയ പണം വരുന്നത്. അതേസമയം മാറുകയാണെങ്കിൽ ഇവിടെ ശുക്രനും ഇവിടെ ഗുരുവാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ വലിയ പണം ബാക്കിൽ പോയി, ചെറിയ പണം മാത്രമാണ് ഫ്രണ്ടിലോട്ട് കാണിക്കുന്നത്, ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? റിട്ടയർമെൻറ്റ് ലൈഫ് കുറച്ച് പ്രശ്നങ്ങളാവാം, അതുകൊണ്ട് നിങ്ങൾ പണം സൂക്ഷിക്കണം, സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് കാണും. പക്ഷെ മറിച്ചാണെങ്കിൽ നമുക്ക് സേവിങ്സ് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നമ്മൾ കുറച്ച് പണം എപ്പോഴും കരുതണം. കുട്ടികളൊക്കെ പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ കൈവശം പണം ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് ഈ സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ജാതകത്തിൽ വലിയ ആൾക്കാരുടെ ജാതകത്തിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. അടുത്തത് ഇപ്പോൾ 2 ലഗ്നാധിപതി നിൽക്കണമെന്ന് വെച്ചോളൂ. ലഗ്നാധിപതി 2. അപ്പോൾ ലഗ്നാധിപതി വരുമാനത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പണത്തിന് വേണ്ടിയായിരിക്കും നെട്ടോട്ടം ഓടുക. അവർ റെസ്റ്റ് എടുക്കില്ല, എപ്പോഴും അവർക്ക് പണം സമ്പാദിക്കണം, പണത്തിൻ്റെ പിറകെയായിരിക്കും ഇവർക്ക് ഓട്ടം. പിന്നെ അടുത്തത് വാക്ക്. ഇപ്പം ഇവരുടെ വാക്ക് സംസാരിക്കുന്ന രീതിയേക്കാളും നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ, വാക്ക് പാലിക്കുന്നവരാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ 2ാം അധിപതിയോട് 5, 9, 11 സൂര്യൻ ഇത് നിൽക്കുകയാണെങ്കിൽ ഗുരു ഇത് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വാക്ക് മാറ്റില്ല. മനസ്സിലായില്ലേ? 2ാം അധിപതിയോട് അല്ലെങ്കിൽ 2ാം ഭാവത്തിലോ 5, 9, 11 ഈ അധിപതികളോ സൂര്യനോ ഗുരുവോ ഇവർ ബന്ധം വന്നു കഴിഞ്ഞാൽ വാക്ക് മാറ്റി പറയാൻ പറ്റില്ല. കാരണം പിന്നെ അവർക്ക് അത് അന്തസ്സിന് കേടല്ലേ. അതുകൊണ്ട് ഏത് തരത്തിൽ അവർ വാക്ക് മാറ്റി പറയില്ല. അതേസമയം മറ്റ് ഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ, പാപഗ്രഹങ്ങളാണെങ്കിൽ അവർ വാക്ക് മാറ്റി പറയും, പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ വാക്ക് ഫലിതവും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ 2, 3 കണക്ഷൻ വരുമെന്ന് വെച്ചോളൂ. 2ാം ഭാവത്തിൽ 3ാം അധിപതി 2ാം അധിപതി 3ാം അധിപതിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ 3ാം അധിപതി എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. മാറ്റം, പരിശ്രമം, പിന്നെ വിജയം, വീര്യം, ഇതൊക്കെയാണ് 3. അപ്പം ട്രാവലൊക്കെ പറയും. അപ്പം 3 എന്ന് പറഞ്ഞത് മാറ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ വാക്ക് മാറ്റി പറയും. അപ്പോൾ ഈ 2, 3 നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇവർ വാക്ക് മാറ്റി പറയുന്നതൊന്നും ഒരു പ്രോമിസും ഇവർ ചെയ്യില്ല, എല്ലാം ഏറ്റുപിടിക്കും. ഞാൻ ചെയ്യാമെന്ന് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇവരെ ശ്രദ്ധിച്ചോണം. ഇവർ വാക്ക് മാറ്റി പറയും. കാരണം അത് പ്രതീക്ഷിച്ച് മറ്റുള്ളവർ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് നിരാശയായിപ്പോവും. ഇവർ പറഞ്ഞതുപോലെ അവർക്ക് ഓർമ്മ കാണില്ല. അവർ മാറ്റി സന്ദർഭത്തിനനുസരിച്ച് അവർ വാക്ക് മാറ്റി കളയും. ഓക്കെ, 2, 3 കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ 2, 8 ആണെങ്കിലും അവർക്ക് ഭയങ്കര അത്യാഗ്രഹങ്ങളായിരിക്കും. പക്ഷേ പിന്നെ മറ്റുള്ളവർ അവർ അഡ്വൈസ് ചെയ്യാൻ പോലും അവർക്ക് ഇഷ്ടപ്പെടില്ല, നെഗറ്റീവായിട്ട് പറയുന്നത് ഇഷ്ടപ്പെടില്ല. കാരണം അവർ ഭയങ്കര അതിൽ എന്താ പറയുക, ഭയങ്കര ഗ്രീഡായിരിക്കും അവർക്ക്. അതുപോലെ 2 എന്ന് പറഞ്ഞത് പല്ലാണ് കേട്ടോ. അപ്പോൾ അവിടെ ശനി, ചൊവ്വ, കേതു അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇടുക, പല്ലിന് ട്രീറ്റ്മെൻറ്റ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല്ലിനുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാം. അതുപോലെ ഇപ്പോൾ ലൈഫിൽ എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് തൃപ്തിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് വരികയാണെങ്കിൽ അത് പിന്നെ 2ാം അധിപതിയോടുകൂടി ഗുരു വേണം. ഗുരു നല്ല രീതിയിലായിരിക്കണം. പാപനല്ലാത്ത ഗുരുവായിരുന്നാൽ അവർ ഹാപ്പിയാണ്, ഉള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു പോകുന്ന അവരായിരിക്കും. അതേസമയം 2ൽ ഗുരു പാപനായി പോയി എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പണം തികയില്ല എന്നുള്ള ഒരു സംസാരമായിരിക്കും എപ്പോഴും. എത്ര കിട്ടിയാലും അവർക്ക് തികയില്ല എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്കിപ്പം ഡെയിലി നമ്മളെ കയ്യിൽ എപ്പോഴും കാശിങ്ങനെ വന്ന് മറിയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. എപ്പോഴും കാശ് നമുക്ക് എല്ലാത്തിനും ആവശ്യത്തിനൊക്കെ നമ്മളെ കയ്യിൽ കാശുണ്ടാവും എന്നുള്ള ഒരു ഇതാണെങ്കിൽ 2, 5, 9, 11 അപ്പം അതാണ് മഹാഭാഗ്യധന യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഗമുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ ഏതോണം, നമുക്കിപ്പോൾ നമ്മളൊരു ചെറിയ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ നമുക്ക് അത്ര ഉള്ള വരുമാനത്തിനേക്കാളും നമുക്ക് കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൈഡ് വൈസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളതിൽ ഹാപ്പിയാണ്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും പണം വരുന്നു. അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ്, ഒരു ചെറിയ ബിസിനസ്സാണ്, പക്ഷെ അതിന് നല്ല വൻ ലാഭമാണെങ്കിൽ അതും നമുക്കൊരു
മഹാധന യോഗ ഭാഗ്യം തന്നെയാണ് അല്ലേ. അപ്പം ഇത് നമുക്ക് നമ്മുടെ ലെവലനുസരിച്ച് കോടീശ്വരന്മാർ ആ രീതിയിൽ ലക്ഷക്കണക്കിന് സമ്പാദിക്കണം, അങ്ങനെ ആയിരക്കണക്കിന് സമ്പാദിക്കുക, അങ്ങനെ. അപ്പോൾ എങ്ങനെ സമ്പാദിച്ചാലും ഇതെല്ലാം നമുക്ക് ഈ ഒരു 5, 2, 5, 9, 11 കണക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ഒരു ലാഭം കിട്ടുമെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം നമ്മളെ ലെവലിൽ നമുക്കത് ധാരാളം എന്നുള്ള രീതിയിൽ അതിൽ സമാധാനിക്കണം, അതാണ്. അപ്പം വിചാരിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ വരും എന്നാണ് പറയുന്നത്. അതുപോലെ 2ാം ഇടത്തിൽ ഇപ്പം ഞാനിവിടെ ഇതൊക്കെ മായ്ച്ച് കളയാം. ഇവിടെ ഞാനൊരു ലഗ്നം വെറുതെ ഇട്ടല്ലോ. ഈ ലഗ്നത്തിൻ്റെ 2 എന്ന് പറയുന്നത് ഈ ലഗ്നത്തിൻ്റെ 2 നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ലഗ്നത്തിൻ്റെ 2 അല്ലേ. അപ്പം 1, 2, 3, 4, 5, 6, 7 ഇതാണ് 7. അപ്പം ഇതാണ് 7. ഈ 2 എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ 2ാം ഭാവം എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ 7ൻ്റെ 8ആണ്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പം 7ൻ്റെ 8ആണ്. അപ്പം പാർട്ട്ണർ, വൈഫാവട്ടെ ഹസ്ബൻഡ് ആവട്ടെ, അവരുടെ ആയുർഭാവമാണ് ഈ 2 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. അപ്പം ഈ 2ൽ പാപികൾ നിൽക്കണമെങ്കിൽ 8നെ നോക്കും. 8നെ നോക്കും. മനസ്സിലാകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കണം കേട്ടോ. ഈ 2ൽ നിന്നുകൊണ്ട് 7ാമത്തെ ദൃഷ്ടിയിൽ 8നെ നോക്കും. 8 എന്ന് പറയുന്നത് 7ൻ്റെ 2ആണ്. അപ്പോൾ ഇവിടെ പാപിയിൽ നിന്ന് ഇവിടെയും നോക്കുന്നത് കൊണ്ട് ഇവർ തമ്മിൽ തല്ലുപിടുത്തത്തിനും വാക്കുകൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നം വരും. പാപികളാണെങ്കിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ 8നെ നോക്കും. 8 എന്ന് പറയുന്നത് 7ൻ്റെ പാർട്ട്ണറുടെ 2ആണ്. അപ്പോൾ ഇവരുടെയും വാക്കുസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം വരാനുള്ള ഇതുണ്ട്. അതുപോലെ 7ൻ്റെ 8ആണ്, ആയുർഭാവമാണ് ഇവിടെ 2ാം ഭാവം. അപ്പോൾ ചെറിയ ചെറിയ സർജറി, വൈഫിന് പിന്നെ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് വിവാഹ പൊരുത്തത്തിന് മെയിനായിട്ട് 2ാം ഭാവവും തമിഴ്നാട്ടിലൊക്കെ നോക്കുന്നത് ഇല്ലേ. കേരളത്തിൽ പൊതുവെ 7ാം ഭാവം മാത്രമാണ് മാരേജിനൊക്കെ പൊരുത്തം നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ തമിഴ്നാട്ടിലെ 2ാം ഭാവം പ്രത്യേകം ശ്രദ്ധിക്കും. ഈ 2ാം ഭാവം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ 2ാം ഭാവത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ 3ാം ഭാവം നോക്കും, വീര്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 3ാം ഭാവം സ്ട്രോങ് ആയിരുന്നാലാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാകും, കല്യാണം പെട്ടെന്ന് നടക്കും എന്നുള്ളത് 3ാം ഭാവത്തിനെ നോക്കാറുണ്ട്. അപ്പോൾ 2ാം ഭാവം മെയിനായിട്ട് നോക്കും. 2, 3, 7 അവർ നോക്കും. മനസ്സിലായില്ലേ. അപ്പോൾ ഈ 2ാം ഭാവം എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാവാം ഈ 2ാം ഭാവത്തിൽ പാപികൾ നിന്നാൽ വിവാഹത്തിന് ലേറ്റാകും. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. പാർട്ട്ണറുടെ 8ഉമാണ്. മനസ്സിലായില്ല. അപ്പോൾ വിവാഹത്തിന് നമ്മൾ നോക്കേണ്ട ഭാവം എല്ലാ ഭാവങ്ങളും നോക്കേണ്ടി വരും. ലാസ്റ്റിൽ ഒരു ഭാവം കൊണ്ട് മാത്രം ഒന്നും നോക്കാൻ പറ്റില്ല. 8ാം ഭാവം നോക്കണ്ടേ. 2ൽ നിന്ന് 8നെ നോക്കുന്നുണ്ട് പാപികൾ നിന്നാൽ. അപ്പോൾ പാവന്മാർ നിന്ന് കഴിഞ്ഞാലും 2ാം ഭാവം കെട്ടുപോയി എന്നും പറയാം. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഇത് വിവാഹ പൊരുത്തത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാവമായിട്ടാണ് ഇവിടെ തമിഴ്നാട്ടിൽ നോക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത കുടുംബം എന്ന് പറയുന്നില്ലേ. അപ്പം നമുക്ക് 2ാം ഭാവത്തിന് കുടുംബം എന്ന് പറയുമ്പം 2ാം അധിപതി ലഗ്നത്തോട് ബന്ധം അല്ലേ. 2ാം അധിപതി ലഗ്നത്തിൽ പോയി നിൽക്കുക, ലഗ്നാധിപതി 2ൽ നിൽക്കുക, മാറി മാറി നിൽക്കുക. ലഗ്നാധിപതി 2ൽ നിൽക്കുക, 2ാം അധിപതി ലഗ്നത്തിൽ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഇവർ കുടുംബം വിട്ട് മാറില്ല. അവിടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവർ കുടുംബത്തിനെ വിട്ട് വെളിയിൽ പോകുകയില്ല. എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവർക്ക്. അതിനു മുമ്പ് അവർ തിരിച്ച് വന്നേക്കും, കുടുംബം വിട്ട് മാറാം. അപ്പം ഇതും വിവാഹ പൊരുത്തത്തിന് നോക്കാം. കാരണം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാലും ആ കുട്ടി കൂട്ടുകുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കോളും. അത് തനിയെ പോകണമെന്ന് പറയില്ല. അപ്പോൾ ആൺകുട്ടിയായിരുന്നാലും പേരൻസിനെ വിട്ട് പോകില്ല, അല്ലെങ്കിൽ വൈഫിനെ വിട്ട് പോകില്ല. അപ്പോൾ ഇവർ തമ്മിൽ ചേർച്ചയായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ കാര്യവും നമുക്ക് വിവാഹ പൊരുത്തത്തിന് സൂട്ടബിളായിട്ട് എടുക്കാം. മനസ്സിലായല്ലോ. ലഗ്നാധിപതി 2ൽ, 2ാം അധിപതി ലഗ്നത്തിൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ 2ാം അധിപതി ലഗ്നം വിട്ട് കുറേ ദൂരം അല്ലെങ്കിൽ 8ലോ 7ലോ 9, 10 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് അവർ ദൂരെ നിൽക്കും. പാരൻസിനെയും അല്ലെങ്കിൽ വൈഫിനെയും കുട്ടികളെയൊക്കെ വിട്ടിട്ട് അവർ ദൂരെ പോയി എവിടെയെങ്കിലും ജോലി ചെയ്യേണ്ട ഒരവസ്ഥ, പഠിക്കുന്ന അവസ്ഥ,
എന്തെങ്കിലും കാരണങ്ങൾ മാറി നിൽക്കാനുള്ള ഒരവസ്ഥ അവർക്കുണ്ടാവാം. രണ്ടാം അധിപതി കുറേ രാശികൾ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക. ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവരെവിടെയും പോകില്ല. ദൂരെയാണെങ്കിൽ മാറ്റം കുറച്ച് ചേഞ്ച് ആവും, കുറച്ച് ആൾക്കാർ മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാം. പിന്നെ രണ്ടാം അധിപതി പിന്നെ 2-ലെ നിൽക്കുകയാണെങ്കിൽ അവർ ചെറുപ്പത്തിലേ പിന്നെ സമ്പാദിക്കാൻ തുടങ്ങും. അതുപോലെ രണ്ടാം അധിപതി 2-ൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലേ സമ്പാദിക്കാൻ തുടങ്ങും. അതുപോലെ രണ്ടാം അധിപതിയും 3-ാം അധിപതിയും ചേർന്ന് നിന്നാൽ സ്വന്തം ശ്രമത്തിൽ അവർ പിന്നെ വരുമാനം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. കാരണം 3 എന്നുള്ളത് പരിശ്രമം. അപ്പോൾ ഇവർ ശ്രമിച്ചാൽ ഇവർക്ക് ജോലിയായിരുന്നാലും എന്ത്, നമുക്ക് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് ആരും സപ്പോർട്ട് ചെയ്തില്ല, ഞാനായിട്ടാണ് മുന്നേറി വന്നതെന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഈ 2, 3 കണക്ഷൻ കാണും. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പം അവരുടെ പരിശ്രമം കൊണ്ട് ഇവർ മുന്നേറി വരുന്നതായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ സൂര്യനും ശനിയാണെങ്കിലും ചെറുപ്പത്തിലേ സമ്പാദിക്കും. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സൂര്യൻ, ശനി 2, 3 രണ്ടാം ഭാവത്തിൽ രണ്ടാം അധിപതി ഇതൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ ചെറുപ്പത്തിലേ സമ്പാദിക്കാൻ തുടങ്ങുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇനി ഇതുപോലെ കുറേ പോയിൻറ്റ്സൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ പറഞ്ഞു തരാം. അപ്പോൾ പിന്നെ അതായത് പരിഹാരമൊന്നും പറയുന്നില്ല എന്ന് എഴുതിയിരുന്നു. പരിഹാരം പറഞ്ഞാൽ ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. പിന്നെ പരിഹാരം എന്ന് പറയുന്നത് ഓരോ ജാതകത്തിനും ഓരോ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചാണ് പരിഹാരങ്ങൾ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പോൾ വീഡിയോയിലൊന്നും പരിഹാരം പറഞ്ഞാൽ ചിലർക്കത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അതൊരു കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ അവർ എഴുതും, അങ്ങനെ ഒരു അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ നോട്ട്സും എല്ലാം, അതായത് എന്താ പറയണ, ഞാൻ പൊതുവേ ഒരു ഹോറോസ്കോപ്പിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആ ഭാവങ്ങളും മനസ്സിലാക്കിയ ഒരു ചെറിയ ഒരു 2-3 മാസം മാത്രം കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും എൻ്റെ നോട്ട്സ് വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു നോട്ട്സാണ്. വളരെ വളരെ എന്താ പറയണ, ക്യാപ്സൂൾ ടൈപ്പിൽ. അതുമാത്രമല്ല ഈ ഹോരാശാസ്ത്രത്തിലോ ഫലദീപികയിലോ ഒന്നും അതിലുള്ള കണ്ടൻസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും പോയിൻറ്റ്സ് എടുക്കുന്നതാണെങ്കിലും അതിൽ ഒരുപാട് വലിച്ചു നീട്ടാതെയാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ നോക്കി എസൻസ് മാത്രമാണ്, ആവശ്യമുള്ളത് മാത്രം. കാരണം ശ്ലോകങ്ങളിലുള്ളതൊന്നുമല്ല, അതിൽ നിന്ന് ഉള്ളിലോട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പല ഗുരുനാഥന്മാരുടെ അടുത്ത് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അവരുടേതൊക്കെ കാഴ്ചപ്പാടിൽ കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോട്ട്സായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാരണം അത് ആരോടും ഇപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ എങ്ങനെ, അല്ലെങ്കിൽ സൂര്യൻ നിന്നാൽ ഇപ്പോൾ ശ്ലോകത്തിലൊക്കെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇതങ്ങനെയല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും ശരി, ഒരു നക്ഷത്രത്തിൽ ഒരു ഗ്രഹം നിന്നാലും അതിനെപ്പറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നോട്ട്സൊക്കെ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ആവശ്യമുള്ളത്. ഓക്കെ, താങ്ക് യു.